ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഉരുളൻകിഴങ്ങ് ഇഷ്ടമാണ്. തയ്യാറാക്കുന്ന വിധം: 2 വലിയ ഉരുളൻകിഴങ്ങ്, 1 ക്യാരറ്റും ചെറിയ പീസായി കുക്കറിലിടുക. പാകത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് അതൊന്ന് 2 വിസിലടിക്കുന്നത്. 2 വിസിൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം 1/2 സ്പൂൺ കടുകും വേപ്പിൻ്റെ ഇലയും താളിക്കുക. 4 പച്ചമുളക്, 4 വറ്റൽമുളക് ചെറിയ ചെറിയ പീസായി അരിഞ്ഞതും, വെളുത്തുള്ളി 5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുക. അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാക്കുക. അതിലേക്ക് ഒരു സബോള അരിഞ്ഞത് ചേർക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ചെറിയ ചൂടിൽ വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ. സബോള വഴറ്റി വരുന്നത് വരെ ചൂടാക്കുക. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാക്കുക. എന്നിട്ട് അത് മിക്സ് ആക്കുക. നല്ല മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അതിലേക്ക് വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് ഒന്ന് ഉടച്ചതിന് ശേഷം അതിലേക്ക് ഇടുക. വെള്ളം വേറൊരു പാത്രത്തിൽ വെക്കുക. ഉരുളൻകിഴങ്ങ് വേവിച്ച വെള്ളം. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആ ഉരുളൻകിഴങ്ങ് വേവിച്ച വെള്ളം നമ്മളിതിലേക്ക് ഒഴിക്കുക. തിക്കാവാതെ ഒരു ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് തിക്കാവുന്നത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് ലൂസാവണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം കഴിക്കാനും അത് അങ്ങനെ തന്നെയാണ് നമുക്ക് നല്ലത്. വെള്ളം അതിൽ ബാലൻസ് വരുന്ന വെള്ളമെല്ലാം പാകത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് അര ടീസ്പൂൺ കായപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. കായപ്പൊടി നല്ല ടേസ്റ്റാണ്. ഇത് ചേർക്കുമ്പോൾ 1 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങ് റെസിപ്പി ഇവിടെ റെഡിയാണ്. ഇനി കുറച്ച് മല്ലിച്ചെപ്പും കൂടി ഇട്ടാൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ പുതിയ ചാനലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.